നമുക്കിപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ രജനി? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഇന്നലെ ഈ 5 ദിവസത്തിന് ശേഷം അമ്മ മിണ്ടിക്കണ്ടായിരുന്നു. പക്ഷെ അതിലും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിലില്ല. ഇന്ന് ഫെഫ്ക അടക്കം പ്രതികരിക്കുമെന്നും പറയുന്നു. അമ്മ പ്രതിരോധിക്കാനായി 2 വനിതാ ആക്ടർമാരെയും കൊണ്ടാണ് വന്നത്. എന്നാൽ സർക്കാർ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുക തന്നെയാണ് ചെയ്യുന്നത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം തള്ളി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ നീക്കിയതിൽ സർക്കാർ മൗനത്തിലാണ്. 5 ദിവസത്തെ മൗനത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മ സംഘടന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണത്തിലും അമ്മയുടെ ഉള്ളിൽ ഭിന്നത ഉണ്ട് എന്നുള്ളൊരു കാര്യം അതിന് തൊട്ടു പിന്നാലെ ജഗദീഷ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പരാതിയുമായിട്ട് ബംഗാളി നടി ശ്രീചിത്രലേഖ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെ സാധ്യത. ഈ വിഷയങ്ങൾക്ക് നമുക്കിപ്പോൾ രശ്മി കാർത്തിക ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രശ്മി, ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, 4.5 വർഷത്തിന് ശേഷം ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ പ്രധാനപ്പെട്ട ചില പേജുകൾ കാണാനുമില്ല. ഉന്നതരെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഈ നിലപാടെടുത്തത്. അതിലാകെ പ്രതിരോധത്തിലായി നിൽക്കുന്നൊരവസ്ഥ. ഒപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ കൂടെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിന് അല്പസമയത്തിന് മുൻപ് സജി തെളിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രഗത്ഭനായ സംവിധായകനാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെതിരെ ഒരു നടപടി എടുക്കില്ല. പിന്നെ എങ്ങനെ പറയുന്നു സ്ത്രീപക്ഷ നിലപാട് തുടരുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന്? രജനി, സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപകമായ ഒരു വിമർശനം പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ആരെങ്കിലും പരാതിയുമായി എത്തുവാണെങ്കിൽ കേസെടുക്കാം, അല്ലാതെ കേസെടുക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. ശ്രീലേഖ മിത്ര ബംഗാളി നടി ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ സജി ചെറിയാൻ പ്രതികരിച്ചിരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായിട്ടുള്ള കലാകാരനാണ് രഞ്ജിത്ത്. രേഖാമൂലം പരാതി ലഭിച്ചാൽ മാത്രം നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൽ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപാണ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ 4.5 വർഷങ്ങൾക്ക് ശേഷമാണിത് പുറത്തുവിടുന്നത് തന്നെ. ഇത്ര കാലം ഇത് പുറത്തുവിടാതിരിക്കുന്നതിൽ തന്നെ സർക്കാരിന്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ അത് ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തുവിട്ടത് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. കാരണം വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതിലെ 21 ഖണ്ഡിക ഒഴികെയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭാഗമുണ്ടെങ്കിൽ അത് ഒരു പട്ടികയായി തയ്യാറാക്കിയതിനു ശേഷം അപേക്ഷകർക്ക് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ സർക്കാർ ചെയ്തത് ഇതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഖണ്ഡിക എന്ന് പറയുന്നത് 96ാമത്തെ ഖണ്ഡികയാണ്. പ്രമുഖരായവർ ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ളതാണ് ഈ 96ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതിനുശേഷമുള്ള ഇതിന്റെ തുടർന്നുള്ള 11 ഖണ്ഡികകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകളാണ് സർക്കാർ മനഃപൂർവ്വം വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു വിശദീകരണം തേടിയപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു സർക്കാരിന്റെ നീക്കമാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ആഭ്യന്തര വകുപ്പിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു വിഷയമാണ്. മാത്രവുമല്ല, ഈ 18 വയസ്സിൽ താഴെയുള്ളവർ പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ പോക്സോ നിയമപ്രകാരവും കേസെടുക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇനി കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് കോടതിയുടെ മേൽ സർക്കാർ ഇത് അതായത് കോടതി ഇതിൽ തുടർന്ന് നടപടി സ്വീകരിക്കട്ടെ. കോടതി പറയുകയാണെങ്കിൽ FIR ഇടാം, കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാരിന്റെ നിലപാട്. അത് തന്നെയാണ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 9 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുമെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ 9 മണിക്ക് നടൻ ഇന്ദ്രൻസിന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഏതായാലും വിഷയം വലിയ രീതിയിൽ സജീവമായി ചർച്ചയാവുകയാണ്. സർക്കാർ മൗനം പാലിക്കുന്നതും സർക്കാരിന്റെ ഒരു നിലപാടും. ബംഗാൾ നടി കൃത്യമായി തന്നെ രഞ്ജിത്തിന്റെ പേരടക്കം വെളിപ്പെടുത്തി എന്താണ് ആ ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യങ്ങൾ അവൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പ്രഗത്ഭനായിട്ടുള്ള കലാകാരനാണ്, രേഖാമൂലം പരാതി കിട്ടുവാണെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ളൊരു വിശദീകരണമാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ സർക്കാരിന്റെ നിലപാട് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പല തലങ്ങളിൽ നിന്നും വിമർശനങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് വിവിധ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രജനി, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട്ടുണ്ട്. എന്തായാലും അവിടുന്ന് ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകൾ ഇത് തന്നെയായിരിക്കും കൂടുതലായിട്ട് നിൽക്കാൻ പോകുന്നത്. ഈ വാർത്തകളും നമുക്ക് കാണാം. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്.